എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാനത് പിന്നെ ഈ സിനിമാ നടനാണെന്നുള്ള സാധനമൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങും. ഞാൻ അതൊരു കണ്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അത് ആർക്കോ മനസ്സിലായി ഇതൊരു കണ്ടൻ്റാണ്, ഇവനെ ഇങ്ങനെ നശിപ്പിച്ച് കളയാം. എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പരമാവധി പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാർ ഇപ്പോൾ ഇല്ലല്ലോ. പരമാവധി എല്ലാവരും കൂടെ കൂട്ടി ഒരുമിച്ച് പോവാം, അതായിരിക്കും ഇഷ്ടം. നല്ല ഇതിനൊരു ഉത്തരം പറയുന്നതിലൂടെ എൻ്റെ സഹപ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന ആളാണോ ശരിക്കും? അങ്ങനെ വിഷയങ്ങളിൽ ശരിക്കും ചില കാര്യങ്ങൾ ചില നിലപാടുകൾ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയം എന്നൊരു സംഭവം ഇല്ല, എനിക്ക് പേടിയില്ല. എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരും, അങ്ങനെ ആവും എന്നുള്ള പേടി എന്നൊരു സാധനം എനിക്കില്ല. അവിടെ അത് അവസാനിച്ചതാണ്. പരാതിയായിട്ടൊന്നും പറയൊന്നും ചെയ്തൊന്നുമില്ല. എല്ലാ എന്ത് പരാതി, സത്യമായിട്ട് അങ്ങനെ അതവിടെ അവസാനിച്ച വിഷയമാണ്. ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തിരുവനാടകം കളിച്ച് വന്ന ഒരുത്തനല്ലേ ഞാൻ. ചെരുപ്പിടാതെ ടാർട്ട റോഡിൽ നാടകം കളിച്ച് വന്ന ഒരുത്തനാണ് ഞാൻ. ഓരോ കോസ്റ്റ്യൂംസ് മാറി മാറി ഊരി മാറി അടുത്തടുത്ത കഥാപാത്രങ്ങൾക്ക് മീശ ഒട്ടിച്ചും താടി ഒട്ടിച്ചും അങ്ങനെ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. ഞാൻ ഇങ്ങനെ ഒരു ക്യാരവൺ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ ക്യാരവൺ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചില്ല നമ്മൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചുരുളി ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്, ഇൻ്റർനാഷണൽ സിനിമ. ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ആ സിനിമയിൽ എനിക്കും 2 മക്കളുണ്ട്. ആ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷമം പറയട്ടെ. എൻ്റെ വിഷമം ഞാൻ പറയട്ടെ, അവരെ വിഷമമൊക്കെ അത് അവിടെ, അത് കഴിഞ്ഞില്ലേ. എൻ്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കും ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ. ബിഗ് ബോസ് വേദി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന ചാൻസ് പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് വിളിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ ശരിക്കും? ഇല്ല, ഇല്ല. എന്തിനാ അങ്ങനെ പേടിക്കണം? ഞാനതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീണ്ടും ഒരു തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവനെതിരെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അത് വഷളാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പകരം ഞാൻ അദ്ദേഹം എവിടെയുണ്ടോ അത് ഞാൻ തപ്പിപ്പിടിച്ചു. രാത്രിയാണ് ഞാൻ കമൻറ്റ് കാണുന്നത്. രാവിലെ 11 മണിക്കുള്ളിൽ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാപ്പ്